പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുന്നു. വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം. ആദ്യ പരിപാടി എന്നുള്ളത് ധീവരസഭ ഗോൾഡൻ ജൂബിലി ആഘോഷമാണ്. അതിൽ പങ്കെടുത്ത ശേഷം വികസന പദ്ധതികളുടെ ഉദ്ഘാടന പരിപാടികളുടെ ഒരു ലിസ്റ്റുണ്ട്. 10,800 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ്, കേന്ദ്ര പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുക. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായി കൂടിയാണ് ഈ വികസന പദ്ധതി ഉദ്ഘാടനങ്ങളെ കേന്ദ്രം കാണുന്നത്. ആദിൽ പാലോടൻ വിവരങ്ങളുമായി. ആദിൽ, ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പിടി കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അതിനു മുൻപുള്ള ആദ്യ പരിപാടി എന്താണ്? ഏത് പരിപാടിയിലേക്കാണ് ആദ്യം പ്രധാനമന്ത്രി എത്തുക? ആദ്യം ധീരസഭയുടെ പരിപാടിയാണ്. എനിക്ക് പിന്നിൽ കുറച്ച് അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ്. ഇവരെവിടെ നിന്ന് വന്നതാണെന്നൊക്കെ ചോദിക്കാം. ഞാനിപ്പോ നിൽക്കുന്നത് രാജസ്ഥാനിലും ഡൽഹിയിലൊന്നും അല്ല, കലൂരാണ്. രാജസ്ഥാനിൽ നിന്നുള്ള ആളുകളാണ്. इतना पसंद है क्या? हाँ, बहुत पसंद है। इसलिए आया हो यहाँ? ये मोदी जी के लिए, मिलने के लिए. മോദിജിയെ കാണാൻ വേണ്ടി വന്നതാണ് എന്നാണ് ഇവർ ബിജെപിയുടെ കൗൺസിലർ കൊണ്ടുവന്നതാണ് ഇവരെ. इतना पसंद है? हाँ, बहुत. किस लिए, क्यों? सब सहायता करते हैं, सबकी बहुत सहायता करते हैं मोदी जी. अच्छा काम. और हमारे दीदी है. എവിടെ നിന്ന് വരുന്നവരാ? ഇവര് രാജസ്ഥാൻകാരാണ്. ഇവര് ടി ഡി റോഡിലാണ് താമസിക്കുന്നത്. അവരെ വന്നതാ, കാണാൻ വേണ്ടി വന്നതാ. ഈ വികസനം വളരെയേറെ എൻജോയ് ചെയ്യുന്നതാണ് നമ്മള്. ഏറ്റവും കൂടുതൽ കേരളത്തിലും ഇതേപോലെ വികസനം വരാൻ വേണ്ടി ജനങ്ങള് ഇതിൽ സഹകരിക്കണം എന്നേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഇത്രയും വികസനം വരാൻ തന്നെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോദിജിയുടെ बहुत अच्छा. ठीक है, താങ്ക് യു, ധന്യവാദ്. ഏതായാലും വലിയ ആവേശവും ഇതൊക്കെ കാണുമ്പോൾ, അതായത് വലിയ ആവേശത്തിലാണ്. नरेंद्र मोदी, भारतीय जनता पार्टी, मोदी सरकार. आप लोग कहाँ से? आप लोग बिहार से. मैं राजस्थान से. രാജസ്ഥാനിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ നിരവധി പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ താമസിക്കുന്നവരാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാ? പാല. ഏതാണ്, BDJS ആണോ? 2020 ബിജെപി തൊപ്പി കണ്ടപ്പോ ചോദിച്ചതാണ്. മേടിച്ച എന്താണ്, നല്ല ആവേശത്തിലാണോ? മോദിയെ കാണാൻ വന്നതാണ്. അതെ, ഒന്നും പറയാനില്ല, സന്തോഷം. ആദ്യമായിട്ട് കാണാണോ അതേ മുമ്പ് നേരിട്ട് കണ്ടു? അല്ല, ആദ്യമായിട്ട് കാണുക. അടുത്ത അതിന്റെ ഒരു ആവേശത്തിലാണ്. അതിന്റെ ആവശ്യത്തിലാ ഞങ്ങള്. അതായാലും ആദ്യത്തെ പരിപാടി ധീവരസഭയുടെ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് റോഡ് മാർഗം ഇവിടേക്ക് വരും. ഞാനിപ്പോൾ നിൽക്കുന്ന കലൂർ സ്റ്റേഡിയത്തിലേക്ക് വരും. സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുമ്പോൾ ഒരുപടി വികസന പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ട്. ആദ്യം ധീവരസഭയുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. അവിടേക്ക് ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന മട്ടിൽ തന്നെയാണ് പാർട്ടി വിവിധ അന്യസംസ്ഥാന തൊഴിലാളികളെയൊക്കെ അവിടെ എത്തിക്കുന്നു. മോദിക്കായി ജയ് വിളിക്കുന്നു, പാട്ടുപാടുന്നു. ആ തരത്തിലൊരു ഉത്സവാഘോഷം എന്ന രൂപത്തിൽ അവിടെ ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. NDA പ്രചാരണത്തിന് തുടക്കമിടുന്ന ദിവസം കൂടിയാണ്. അത് വിവാദത്തിന് തുടക്കമിട്ട ദിവസം കൂടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ നിന്നും പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പരിപാടി പ്രസംഗത്തിന് ശേഷം ആദ്യം ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുമോ എന്നുള്ളതാണ്.